ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ ഹോട്ടൽസ് എന്നുള്ള ടോപ്പിക്കിലെ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ ഗസ്റ്റ് ഓഫ് എ ഹോട്ടൽ എന്നുള്ള ടോപ്പിക്കാണ്. ഇത് ചെറിയ ടോപ്പിക്കാണ്. ഒരു ഹോട്ടൽ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആരാണ്? അവിടെ ഹോട്ടലിൽ താമസിക്കാനൊക്കെ വരുന്ന, അല്ലെങ്കിൽ അവിടെ മീൽസ് ഓർ അക്കോമഡേഷന് വേണ്ടി എത്തുന്ന ഗസ്റ്റാണ് ആ ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ്സിലെ ഗസ്റ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ ഗസ്റ്റ് ഓഫ് എ ഹോട്ടൽ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ ഗസ്റ്റ് ഓഫ് എ ഹോട്ടലിലെ ആ ഒരു ക്ലാസിഫിക്കേഷൻ മെയിനായിട്ടും കണ്ടക്ട് ചെയ്തിരിക്കുന്നത് 2 പോയിന്റ് ഓഫ് വ്യൂവിനെ ബേസ് ചെയ്താണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻസ്, ആ ഗസ്റ്റിൻ്റെ അല്ലെങ്കിൽ അവിടെ എത്തുന്ന കസ്റ്റമേഴ്സിൻ്റെ റെസിഡൻസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് അവരവരുടെ ബില്ല് എങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്നു, ബില്ല് എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു, ഏത് ടൈമിൽ സെറ്റിൽ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്താണ്. അപ്പോൾ 2 ടൈപ്സിൽ അല്ലെങ്കിൽ 2 ബേസിസിൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ ഗസ്റ്റ് ഓഫ് എ ഹോട്ടലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് റെസിഡൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഗസ്റ്റ് ഓഫ് എ ഹോട്ടൽ, ഗസ്റ്റ് ഇൻ എ ഹോട്ടലോ കസ്റ്റമേഴ്സ് ഓഫ് എ ഹോട്ടലിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ഏതൊക്കെയാണ് 2 കാറ്റഗറി? അല്ല, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് റെസിഡൻറ്റ് ഗസ്റ്റും സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ഗസ്റ്റുമാണ്. അതിലെ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എന്താണ് റെസിഡൻറ്റ് ഗസ്റ്റ്? റെസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താമസം അല്ലേ. ഒരു ഹോട്ടലിൽ വന്ന് തീർച്ചയായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് റെസിഡൻസ് ബേസിൽ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു ഗസ്റ്റ് ഹോട്ടലിൽ വരുന്ന ആ ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്നതിനോടൊപ്പം അവരുടെ പ്ലാൻ എന്താണ്? ആ ഒരു പ്ലാനിൽ മീൽസ് ഇൻക്ലൂഡഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ബോർഡിംഗ് ഫെസിലിറ്റീസൂടെ അവർ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്താണ് റെസിഡൻറ്റ് ഗസ്റ്റിനെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റെസിഡൻറ്റ് ഗസ്റ്റിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഇറ്റ് മേ കം അണ്ടർ 2 പ്ലാൻസ്. ഒരു റെസിഡൻറ്റ് ഗസ്റ്റ് ഏതെങ്കിലും ഒരു 2 പ്ലാൻസിൻ്റെ അണ്ടറിൽ, താഴെ പറയുന്ന 2 പ്ലാൻസിൻ്റെ അണ്ടറിൽ വരുന്നതാകാം. ആ 2 പ്ലാൻസ് ഏതൊക്കെയാണ്? റെസിഡൻറ്റ് ഗസ്റ്റ് മേ കം അണ്ടർ ദ 2 പ്ലാൻസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ യൂറോപ്യൻ പ്ലാൻ ആൻഡ് ദ സെക്കൻഡ് വൺ അമേരിക്കൻ പ്ലാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു ഹെഡായിട്ട് തന്നെ നമ്മൾ ചെറിയൊരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്ത് വിടുന്നത്. റെസിഡൻറ്റ് ഗസ്റ്റിനെ 2 പ്ലാൻസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താണ്? യൂറോപ്യൻ പ്ലാൻ ആൻഡ് അമേരിക്കൻ പ്ലാൻ. യൂറോപ്യൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അണ്ടർ ദിസ് പ്ലാൻ ദ ഗസ്റ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ലോഡ്ജിങ് ഫെസിലിറ്റീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് ഹോട്ടലിൽ നിന്ന് ഗസ്റ്റിന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗസ്റ്റ് ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂറോപ്യൻ പ്ലാൻ എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് പ്ലാൻ ഗസ്റ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ലോഡ്ജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ലോഡ്ജിങ് ഫെസിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്കമഡേഷൻ ഓൺലി. അവിടുത്തെ താമസം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അക്കമഡേഷന് വേണ്ട ആ ഒരു റൂം ചാർജോ റെൻറ്റോ മാത്രമായിരിക്കും അവർ കൊടുക്കുന്നത്. ആൻഡ് നോട്ട് മീൽസ്. അവിടെ ഫുഡ് ഇതിൽ കവർ ചെയ്യുന്നില്ല. ഒരു റെസിഡൻറ്റ് ഗസ്റ്റിൻ്റെ പ്ലാനിൽ ഫുഡ് അല്ലെങ്കിൽ മീൽസ് കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് യൂറോപ്യൻ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ സച്ച് ഗസ്റ്റ് ആർ റിക്വയർഡ് ടു പേ ഓൺലി ഫോർ റൂം ചാർജസ്. അപ്പോൾ എന്ത് മാത്രം കൊടുത്താൽ മതി? മീൽസിൻ്റെ എമൗണ്ട് കൊടുക്കണോ അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് നടത്തണോ? വേണ്ട. കാരണം അവിടെ മീൽസ് എന്ത് ചെയ്യുന്നില്ല. മീൽ സർവീസ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു ഗസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, എൻജോയ് ചെയ്യുന്നില്ല. സച്ച് ഗസ്റ്റ് ആർ ഓൺലി പേ ഫോർ റൂം ചാർജസ് മാത്രം. റെൻറ്റ് എത്രയാണോ, അക്കമഡേഷന് വേണ്ട സർവീസ് ചാർജ് എത്രയാണോ അത് മാത്രമായിരിക്കും യൂറോപ്യൻ പ്ലാനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ എന്താണ് യൂറോപ്യൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ? ഗസ്റ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ലോഡ്ജിങ് ഓർ അക്കമഡേഷൻ ഫെസിലിറ്റി ഓൺലി. ലോഡ്ജിങ് ഓർ അക്കമഡേഷൻ ഫെസിലിറ്റി മാത്രമേ യൂറോപ്യൻ പ്ലാനിൽ ഒരു ഗസ്റ്റ് എൻജോയ് ചെയ്യുന്നുള്ളൂ. മീൽസിൻ്റെ സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റൂം ചാർജ് മാത്രമേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അടുത്ത റെസിഡൻറ്റ് ഗസ്റ്റിൻ്റെ അടുത്ത പ്ലാൻ ഏതാ? ഒരു സെക്കൻഡ് പ്ലാൻ ഉണ്ടല്ലോ, അമേരിക്കൻ പ്ലാനിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ മോളിൽ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ അണ്ടർ ദിസ് പ്ലാൻ ഗസ്റ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ബോത്ത് ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ്. ലോഡ്ജിങ് ഫെസിലിറ്റിയും ഉണ്ട്, ബോർഡിംഗ് ഫെസിലിറ്റിയും ഉണ്ട്. എന്താ ബോർഡിംഗ് ഫെസിലിറ്റി എന്ന് ഉദ്ദേശിച്ചത്? അവിടെ മീൽസും കൂടെ കവർ ചെയ്യുന്നുണ്ട് എന്നാണ് മീനിങ്. അപ്പോൾ അവിടെ ലോഡ്ജിങ് അല്ലെങ്കിൽ അക്കമഡേഷൻ ഉണ്ട്, പ്ലസ് എന്തും കൂടിയുണ്ട്? മീൽസും ഉണ്ട്. സോ സച്ച് ഗസ്റ്റ് ആർ റിക്വയർഡ് ടു പേ both for accommodation
അക്കോമഡേഷൻ്റെ ചാർജും കൊടുക്കണം. അക്കോമഡേഷൻ്റെ ചാർജാണ് റൂം ചാർജ് അല്ലേ, റെൻറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് കൊടുക്കണം. അതേപോലെ മീൽസിൻ്റെ എത്രയാണോ എമൗണ്ട് അതും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അമേരിക്കൻ പ്ലാനിൽ എന്ത് കവർ ചെയ്യുന്നു? ബോത്ത് ലോഡ്ജിങ് ആൻഡ് ബോർഡിങ്, ബോത്ത് ലോഡ്ജിങ് അല്ലെ അക്കോമഡേഷൻ ആൻഡ് മീൽസ് കവർ ചെയ്യുന്ന ഒരു പ്ലാനാണ് അമേരിക്കൻ പ്ലാൻ. അപ്പോൾ പേരുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്, അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഓർ ഗസ്റ്റിനെ മെയിനായിട്ടും രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അതിലെ ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ? റെസിഡൻസ് ബേസിലാണ് അല്ലേ. റെസിഡൻസ് ബേസിൽ ഗസ്റ്റിനെ 2 പ്ലാനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് യൂറോപ്യൻ പ്ലാൻ, മറ്റൊന്ന് അമേരിക്കൻ പ്ലാൻ. യൂറോപ്യൻ പ്ലാനിൽ ഓൺലി അക്കോമഡേഷൻ നോട്ട് മീൽസ്. അമേരിക്കൻ പ്ലാനിൽ ബോത്ത് അക്കോമഡേഷൻ ആൻഡ് മീൽസ്. ഇത്രയുമാണ് സിമ്പിളായിട്ട് റെസിഡൻറ്റ് ഗസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ 2 പ്ലാൻസ് പറയാനുള്ളത്. ഇനി ആ റെസിഡൻറ്റ് ഗസ്റ്റ് പോലെ തന്നെ അതിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് റെസിഡൻസ് 2 രീതിയിലാണല്ലോ ക്ലാസ് ചെയ്യുന്നത്. ഒന്ന് റെസിഡൻറ്റ് ഗസ്റ്റും ഒന്ന് നോൺ റെസിഡൻറ്റ് ഗസ്റ്റ്. എന്താ നോൺ റെസിഡൻറ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ? സച്ച് ഗസ്റ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ബോർഡിംഗ് ഓൺലി ആൻഡ് റിക്വയർ ടു പേ ദ പ്രൈസസ് ഓൺലി ഫോർ മീൽസ്. ഇവിടെ അക്കോമഡേഷൻ ഇല്ല. അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, റെസിഡൻറ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താ, താമസത്തിനെ ബേസ് ചെയ്താണ് അല്ലേ. അവിടെ താമസിക്കുന്നുണ്ട്. അത് യൂറോപ്യൻ പ്ലാൻ ആണെങ്കിലും അമേരിക്കൻ പ്ലാൻ ആണെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അക്കോമഡേഷൻ അവിടെ ഉണ്ട്. അക്കോമഡേഷന് വേണ്ട റൂം ചാർജ് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്ലസ് മീൽസ് വരുന്നുണ്ടോ ഇല്ലയോ, അതിനനുസരിച്ചാണ് റെസിഡൻറ്റ് ഗസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നത്. എന്നാൽ നോൺ റെസിഡൻറ്റിൻ്റെ ഗസ്റ്റിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അവിടെ എന്തില്ല? ആ റെസിഡൻസിൻ്റെ ആ ഒരു കേസിൽ അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ലോഡ്ജിങ് എന്ന് പറയുന്ന ഒരു സർവീസ് കൊടുക്കുന്നില്ല അല്ലെ, എൻജോയ് ചെയ്യുന്നില്ല. ഗസ്റ്റ് ആകെ കൂടെ അവിടെ വരുന്ന എന്തിനു വേണ്ടി മാത്രമാണ്? ഗസ്റ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ബോർഡിംഗ് ഓൺലി. മീൽസ് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഗസ്റ്റ് എൻജോയ് ചെയ്യുന്നത്. ഗസ്റ്റ് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. സോ റിക്വയർ ടു പേ ദ പ്രൈസസ് ഓൺലി ഫോർ മീൽസ്. മീൽസിന് വേണ്ട പേയ്മെൻറ്റ് മാത്രമാണ്, ആ മീൽസിൻ്റെ പ്രൈസ് മാത്രമാണ് അവർ കൊടുക്കേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഗസ്റ്റാണ് നോൺ റെസിഡൻറ്റ് ഗസ്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്താ, ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആർ ഗസ്റ്റ് ഓഫ് എ ഹോട്ടലിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് റെസിഡൻസ് ബേസ് ആണ്. 2 രീതി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റെസിഡൻറ്റ് ഗസ്റ്റും ഒന്ന് നോൺ റെസിഡൻറ്റ് ഗസ്റ്റ്. എന്താണ് റെസിഡൻറ്റ് ഗസ്റ്റ്? അവിടെ തീർച്ചയായിട്ടും ലോഡ്ജിങ് ഫെസിലിറ്റി, അക്കോമഡേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. നോൺ റെസിഡൻറ്റ് ഗസ്റ്റിൻ്റെ കേസിലോ അക്കോമഡേഷൻ ഇല്ല, ഓൺലി ബോർഡിംഗ് ഫെസിലിറ്റി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. റെസിഡൻറ്റ് ഗസ്റ്റ് ആർ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 2 പ്ലാൻസ്, യൂറോപ്യൻ പ്ലാൻസ് ആൻഡ് അമേരിക്കൻ പ്ലാൻസ്. പ്ലസ് മീൽ ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ബേസിലാണ് യൂറോപ്യൻ എന്നും അമേരിക്കൻ പ്ലാൻ എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, നമ്മൾ ഇതുവരെ ഉള്ളതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തും കൂടെ പറഞ്ഞു നിർത്തിയതാണ്. അടുത്ത പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ദ ഗസ്റ്റ് ഇൻ എ ഹോട്ടൽ മേ ബി ക്ലാസിഫൈഡ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ബിൽസ്. ബിൽസ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത് എന്നതിനെയും കൂടെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഒരു ക്ലാസിഫിക്കേഷനൂടെ ഒരു ഹോട്ടൽ ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സിനെ ഗസ്റ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ബിൽസ്. ബില്ല് എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു? അപ്പോൾ നോർമലി നമുക്കറിയാം ബില്ല് എപ്പോഴാണ് നമ്മൾ സെറ്റിൽ ചെയ്യാറൊരു ഹോട്ടലിൽ പോയി താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴാണ് നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യുന്നത്? ചെക്കൗട്ട് ടൈമിലാണ് അല്ലേ. നമ്മൾ എപ്പോഴാണോ അവിടെ നിന്ന് ലെഫ്റ്റ് ആവുന്നത് ആ ലീവിങ് ടൈമിലാണ് ബില്ല് നോർമലി സെറ്റിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ലീവ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ ബില്ല് സെറ്റിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്ത് ഒരു 2 ബേസിസിലാണ് ഇവിടെ ഗസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ബിൽസ്. 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ രജിസ്റ്റേർഡ് ഗസ്റ്റ്, സെക്കൻഡ് വൺ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ്. എന്താണ് രജിസ്റ്റേർഡ് ഗസ്റ്റ് എന്ന് ഫസ്റ്റ് നോക്കാം. ദീസ് ഗസ്റ്റ് സെറ്റിൽഡ് ദെയർ ബിൽസ് അറ്റ് ദ ടൈം ഓഫ് ചെക്ക് ഔട്ട്. അതായത് സിംപ്ലി പറഞ്ഞാൽ ചെക്ക് ഔട്ട് ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു, താമസമൊക്കെ കഴിഞ്ഞ് അവരെപ്പോഴാണോ അത് തിരിച്ചു പോകുന്നത് ലീവിങ് ടൈമിൽ അവരെന്ത് ചെയ്യുന്നു, ചെക്ക് ഔട്ട് ടൈമിൽ അവരെന്ത് ചെയ്യുന്നു, ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് പോകുന്ന ഒരു ഗസ്റ്റ് ആണെങ്കിൽ നോർമലി നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അല്ലേ, നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ ചെക്ക് ഔട്ട് ടൈമിൽ ബില്ല് സെറ്റിൽ ചെയ്ത് പോകുന്ന ഗസ്റ്റിനെ പറയുന്ന ടൈമാണ് രജിസ്റ്റേർഡ് ഗസ്റ്റ്. ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് എന്ന് പറയും. എന്താ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡിൻ്റെ മീനിങ് നമുക്കറിയാം അല്ലേ, ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജ് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ സർവീസ് എൻജോയ് ചെയ്യും അല്ലെങ്കിൽ ബെനിഫിറ്റ് എൻജോയ് ചെയ്യും, പേയ്മെൻറ്റ് എപ്പോഴേ മതി, പേയ്മെൻറ്റ് പിന്നെ മതി എന്നുള്ള അല്ലേ, പേ ലേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതേപോലെ തന്നെ ഇവിടെയും ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് എന്നുള്ള പേര് വന്നതും അങ്ങനെ തന്നെയാണ്. ദോസ് ഹു ഡു നോട്ട് സെറ്റിൽ ദർ ബിൽസ് അറ്റ് ദ ടൈം ഓഫ് ചെക്കൗട്ട് ടൈമിൽ അവരെന്ത് ചെയ്യുന്നില്ല, ചെക്കൗട്ട് ടൈമിൽ അവർ ബില്ല് സെറ്റിൽ ചെയ്യുന്നില്ല, ബില്ല് കൊടുക്കുന്നില്ല. സച്ച് ഗസ്റ്റ് ആർ ഗിവൺ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ അവർക്ക് എന്ത് ഫെസിലിറ്റി കിട്ടുവാണ്, ഇപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല, അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അവർ പിന്നീട് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തിയാൽ മതി, ഫ്യൂച്ചർ ഡേറ്റിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തിയാൽ മതി. ചെക്കൗട്ട് ടൈമിൽ തന്നെ
സെറ്റിൽമെൻറ്റ് നടത്തി ബില്ല് സെറ്റിൽ ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ്, ഗസ്റ്റിനെയാണ്, കസ്റ്റമേഴ്സിനെയാണ് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ പറയുന്നത്. അപ്പോൾ ഈ 2 കാറ്റഗറിയാണ് ഓൺ ദ ബേസിസ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ബിൽസ്. ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ബിൽസിനെ ബേസ് ചെയ്ത് ഹോട്ടലിലെ ഗസ്റ്റിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് രജിസ്റ്റേർഡ് ഗസ്റ്റും ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ്. ആരാ രജിസ്റ്റേർഡ് ഗസ്റ്റ്? ചെക്കൗട്ട് ടൈമിൽ ബില്ല് സെറ്റിൽ ചെയ്താൽ രജിസ്റ്റേർഡ് ഗസ്റ്റ്, എന്നാൽ ചെക്കൗട്ട് ടൈമിൽ ബില്ല് സെറ്റിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ്. ഈ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് തന്നെ 4 രീതിയിലാകാം. അവർ പിന്നെയാണല്ലോ സെറ്റിൽമെൻറ്റ് നടത്തുക. ആ സെറ്റിൽമെൻറ്റ് ആര് ചെയ്യും, ആർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നതിനെ ബേസ് ചെയ്ത് 4 രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിനെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പിന്നീട് കൊടുത്താൽ മതി. ആ ക്രെഡിറ്റ് ഫെസിലിറ്റി എൻജോയ് ചെയ്യുന്ന ഗസ്റ്റിനെ നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഇൻഡിവിജ്വൽസ് എന്നുള്ളൊരു കാറ്റഗറിയാണ്. ഹൂ സെറ്റിൽഡ് ദർ ബിൽസ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവൽസ്. ഒരു ബിസിനസ് ഇൻഡിവിജ്വൽസ് ആണെന്നൊന്ന് ചിന്തിക്കുക. അതായത് പല ടൈമിൽ അവർക്ക് എന്ത് ചെയ്യേണ്ട വരും, ബിസിനസ് മീറ്റിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് ഒരു ഹോട്ടലിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി അവർക്ക് വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് അവിടെ താമസിക്കേണ്ടതായിട്ടും ഒക്കെ വന്നെന്നിരിക്കും. ചിലപ്പം ഒരു മാസം തന്നെ പല ടൈമിലാകാം, അല്ലെങ്കിൽ പല മാസങ്ങളിലാകാം. അപ്പോൾ അവർക്ക് എപ്പോഴും അതിൻ്റെ ബില്ലും സെറ്റിൽമെൻറ്റും ഒന്നും നടത്തി അവർ ചിലപ്പം ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കില്ല. പകരം എന്ത് ചെയ്യും, ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ അവരെങ്ങനെയാണോ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തുന്നത്, പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ അവരെന്ത് ചെയ്തോളും, അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഒരുമിച്ച് കണ്ടക്ട് ചെയ്തോളും എന്നുള്ള ആളുകളെയാണ് ഇൻഡിവിജ്വൽസ് എന്നുള്ള രീതിയിൽ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അടുത്തതോ സ്പോൺസേഡ് ഗസ്റ്റ് ബൈ എയർലൈൻസ്. ഇവിടെ എയർലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗസ്റ്റിനെ സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കസ്റ്റമറിനല്ല, പകരം ഏറ്റെടുത്തോളും ആ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് ടേക്കൺ ബൈ എയർലൈൻസ് ആണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് എയർലൈൻസ് സ്പോൺസർ ചെയ്ത ഗസ്റ്റിനെയാണ് ഈ ഒരു കാറ്റഗറിയിലോട്ട് പറയുന്നത്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യേണ്ട, അവർ ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ അവർ പേയ്മെൻറ്റ് കൊടുക്കേണ്ട, പകരം എന്ത് ചെയ്തോളൂ, ഫ്യൂച്ചർ ഡേറ്റിൽ എയർലൈൻസ് കമ്പനീസ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തിക്കോളും. തേർഡ് വൺ ഏതാ, ട്രാവൽ ഏജൻറ്റ്സ്. ഇവിടെ ആരായിരിക്കും, മുമ്പേ എയർലൈൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ ട്രാവൽ ഏജൻറ്റ്സ് ആയിരിക്കും ഫ്യൂച്ചറിൽ ഈ ബില്ല് സെറ്റിൽ ചെയ്യുന്ന ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. സെറ്റിൽമെൻറ്റ് ഫ്യൂച്ചറിൽ ആര് ചെയ്തോളും, ട്രാവൽ ഏജൻറ്റ്സ് ചെയ്തോളും. ലാസ്റ്റ് വൺ ആരാണ്, ഗസ്റ്റ് സ്പോൺസേഡ് ബൈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് ജീവനക്കാരായിരിക്കും. അവരുടെ പല എന്തെങ്കിലും മീറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർ ഒരു ബിസിനസ് ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വരുമ്പോൾ ഫ്യൂച്ചറിൽ അവരുടെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വഴി തന്നെ ആയിരിക്കും. അപ്പോൾ അവരും ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് പേയ്മെൻ്റ് ഒന്നും കൊടുത്തിട്ട് പോകേണ്ട, അവരുടെ കയ്യിൽ നിന്ന് റെഡി ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ദ റെസ്പോൺസിബിലിറ്റി ടു സെറ്റിൽ ദ ബിൽസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും ഗസ്റ്റിനെ സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ളൊരു കേസാണ്. അപ്പോൾ ആ ഒരു പല രീതിയിലാകാം എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ സെറ്റിൽമെൻറ്റ് മെയിനായിട്ട് നമുക്ക് 2 പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്ലാസിഫൈ ചെയ്ത് പറയാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്, ഒന്ന് രജിസ്റ്റേർഡ് ഗസ്റ്റും അടുത്തത് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സും. രജിസ്റ്റേർഡ് ഗസ്റ്റ് ആരാണ്, ആരും ആയിക്കോട്ടെ, ഈ താഴെ പറയുന്ന ഏത് കാറ്റഗറിയിലുള്ള ആളുകൾ, ഇൻഡിവിജ്വൽസോ ഗവൺമെൻറ് എംപ്ലോയീസോ അല്ലെങ്കിൽ ആര് ട്രാവൽ പർപ്പസിന് വേണ്ടി വരുന്ന വിസിറ്റേഴ്സോ ഒക്കെ ആകാം. അവരൊക്കെയും റെഡി ക്യാഷ് ചെക്കൗട്ട് ടൈമിൽ തന്നെ ബില്ല് സെറ്റിൽ ചെയ്ത് പോവുകയാണെങ്കിൽ അവർ ഏത് കാറ്റഗറിയാണ്, രജിസ്റ്റേർഡ് ഗസ്റ്റ്. എന്നാൽ അവർ ആ ഒരു ചെക്കൗട്ട് ടൈമിൽ പേയ്മെൻറ്റ് നടത്തുന്നില്ല, പകരം പിന്നീട് ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്, ലേറ്ററാണ് പേയ്മെൻറ്റ് ലേറ്റർ കണ്ടക്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ഏത് കാറ്റഗറിയിലോട്ട് പറയാം, ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ്. അതിൽ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുകയാണ്, ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ പേയ്മെൻറ്റ് നടത്തുന്ന ഇൻഡിവിജ്വൽസ് ആകാം. എയർലൈൻസ് കമ്പനീസ് ആണ് അതിൻ്റെ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് കാറ്റഗറി, സ്പോൺസേഡ് ഗസ്റ്റ് ബൈ എയർലൈൻസ് ആകാം. ട്രാവൽ ഏജൻസ് ആണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ട്രാവൽ ഏജൻസ് ആകാം. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ സ്പോൺസർ ചെയ്ത ഗസ്റ്റ് ആണെങ്കിൽ അത് ലാസ്റ്റ് കാറ്റഗറിയിലും വരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്ത ഒരേ ഒരു ചെറിയ ടോപ്പിക്കാണ്, എങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എന്താണ് യൂറോപ്യൻ പ്ലാൻ, അമേരിക്കൻ പ്ലാൻ എന്നൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിലും വളരെ സിമ്പിളായിട്ട് യൂറോപ്യൻ പ്ലാനാണ് ഫോളോ ചെയ്യുന്നത്, അമേരിക്കൻ പ്ലാനാണെന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.